ഹായ്, ദേവര പാർട്ട് 1 ഡയറക്റ്റഡ് ബൈ കൊർട്ടാല ശിവ. ഇത് വളരെ വലിയൊരു മാസ് ആക്ഷൻ പടമാണ്, തെലുങ്ക് പടമാണ്. ഇതിൻ്റെ ഓൺ സ്ക്രീനിലും അതുപോലെ തന്നെ ബിഹൈൻഡ് ദി സ്ക്രീനിലും ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. ജൂനിയർ NTR ആണ് ഈ പടത്തിൽ ലീഡ് റോളിൽ വന്നിട്ടുള്ളത്. ഇവരെ കൂടാതെ സൈഫ് അലി ഖാൻ, ഷൈം ടോം ചാക്കോ, നരേൻ, ജാൻവി കപൂർ, ശ്രീകാന്ത്, പ്രകാശ് രാജ്, പിന്നെ നമ്മുടെ സുദേവ് നായർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഓൺ സ്ക്രീനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അനിരുദ്ധാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രഫി രത്നവേലു ആണ്. എഡിറ്റർ ശ്രീകർ പ്രസാദ് ആണ്. അതുപോലെ തന്നെ സാബു സിറളാണ് ഇതിൻ്റെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. വലിയ ലാർജ് സ്കെയിലുള്ള ഒരു പടമാണ് കേട്ടോ. 2 കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് പ്രസന്റ് ടൈമിൽ കാണിക്കുന്നത് 95 ആ ഒരു കാലഘട്ടമാണ്. നെക്സ്റ്റ് ഒരു 12 വർഷം കൂടി ബാക്കിലോട്ട് നിൽക്കുന്ന ഒരു ടൈം പീരീഡാണ് കാണിച്ചിട്ടുള്ളത്. വളരെ പഴയ ഒരു സ്റ്റോറിയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ കൊർട്ടാല ശിവയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഈ ഇമോഷൻസും അതുപോലെ തന്നെ മാസും ഇത് രണ്ടും നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യാൻ അറിയുന്ന ഒരു സ്ക്രീൻ റൈറ്ററും അതുപോലെ തന്നെ ഡയറക്ടറുമാണ്. ജൂനിയർ NTRൻ്റെ എല്ലാ എബിലിറ്റിയും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം സ്ക്രീനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ആക്ഷൻ കൊറിയോഗ്രഫി അല്ലെങ്കിൽ ആക്ഷൻ പെർഫോം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്, ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ്. പിന്നെ തെലുങ്ക് പടമാകുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ, എല്ലാം കുറച്ച് ഓവർ ദി ടോപ്പ് ആയിരിക്കും, അത് കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ മലയാളി ഓഡിയൻസിനെ വെച്ച് നോക്കുന്ന സമയത്ത് നമുക്കത് വളരെ ഓവറായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ സാധാരണയുള്ള തെലുങ്ക് തമിഴ് പടങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ആ ഓഡിയൻസിനൊക്കെ അത് ധാരാളമായിരിക്കും. ഇനി ഡാൻസിൻ്റെ ഒക്കെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ഷൻ കൊറിയോഗ്രഫി പോലെ തന്നെ ഡാൻസ് കൊറിയോഗ്രഫിയും ഗംഭീരമാണ് കേട്ടോ. സൂപ്പറായിട്ടുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സിനിമ ഒരു ഹിസ്റ്ററി ബേസ് ആയിട്ട് വരുന്നൊരു കഥ, ഒരു സ്റ്റോറി ലൈനാണ്. കുറച്ചൊക്കെ ഫിക്ഷൻ ഉണ്ട്, പക്ഷേ രസമായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. 2 കാലഘട്ടങ്ങളിൽ നടക്കുന്ന സ്റ്റോറി. അതിൽ അച്ഛനായിട്ടും മകനായിട്ടും NTR അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലീഡ് റോളിലെ കഥാപാത്രമാണ് ദേവര. വില്ലനായിട്ട് വരുന്നത് നമ്മുടെ സൈഫ് അലി ഖാൻ്റെ കഥാപാത്രമാണ്. ഭൈര എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. വളരെ നൈസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വില്ലൻ റോൾ ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള കഥാപാത്രമായിരുന്നു. അപ്പോൾ ആദ്യം സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവരൊക്കെ ഒരു ടീമായിട്ടാണ്, ഒരു കോസ്റ്റൽ ഏരിയ ബേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഇവരൊക്കെ ഒരു ഫ്രണ്ട്സ് ആയിട്ട് ഒരു ടീമായിട്ടുള്ള നിലയിലായിരിക്കും. പക്ഷെ പിന്നീട് ഇവർക്കിടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ചില കോൺഫ്ലിക്റ്റുകൾ, അതൊക്കെ ഇവർക്ക് ഇടയിൽ ചില പ്രതികാരങ്ങളും ചില ദേഷ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ സ്ക്രീനിൽ എഴുതി അവർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ വെറുതെ എങ്ങനെ ഉണ്ടായി വരുന്നൊരു വൈരാഗ്യം അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യില്ല. അവർക്കിടയിലുള്ള കോൺഫ്ലിക്റ്റ് നല്ല രീതിയിൽ തന്നെ സ്ക്രീനിൽ കാണിക്കാൻ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള ഓരോ ആർട്ടിസ്റ്റുകളെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും നമ്മുടെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോയ്ക്ക് അങ്ങനെ വലിയ ഡയലോഗൊന്നുമില്ല. ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ അടിക്കട ചുട്ടട എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ദേവരാവ ഇങ്ങനെ കുറച്ച് ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ. കൂടുതലും അദ്ദേഹത്തിൻ്റെ മാനറിസങ്ങളൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നരേൻ്റെയും വളരെ ചെറിയൊരു ക്യാരക്ടറാണ്. ഒരു കോസ്റ്റൽ പോലീസോ കസ്റ്റംസ് ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. പക്ഷേ സുദേവ് നായരുടെ അത്യാവശ്യം നല്ലൊരു വില്ലൻ റോളായിരുന്നു. അദ്ദേഹം നല്ല അടിപൊളിയായി തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഭീഷ്മയിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് വെച്ച് നല്ല ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ്, അതായത് ഈ അച്ഛൻ NTR ആയിട്ട് ഉണ്ടല്ലോ, NTR ജൂനിയറിൻ്റെ, അതായത് ദേവരയുടെ കഥാപാത്രത്തിൻ്റെ പേരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ഒരു ലേഡി നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ദേവരയുടെ മകൻ, അതായത് വര എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, പക്ഷേ അയാളുടെ പേരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ആർട്ടിസ്റ്റ് വളരെ നമ്മൾ ഈ സാധാരണ തെലുങ്ക് പടത്തിലൊക്കെ കാണുന്ന ഒരു സാധാരണ നായിക ഉണ്ടാവുമല്ലോ, ചന്ദ്രിക സോപ്പിന്റെ പരസ്യം പോലത്തെ ഒരു പാട്ടും, പിന്നെ കല്യാണം കഴിക്കാനായിട്ട് മുട്ടി നടക്കുന്ന ഒരു നായികയായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പക്ഷെ സീനിയർ ആയിട്ട് അഭിനയിച്ചിട്ടുള്ള എല്ലാ വുമൺ ആർട്ടിസ്റ്റുകളും അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അവരുടെ ക്യാരക്ടറൈസേഷനും അടിപൊളിയായിരുന്നു. അപ്പൊ ഇന്റർവെല്ല് വരെ നമ്മുടെ ദേവരയുടെ ഒരു സ്വാഗാണ് സ്ക്രീനിൽ മൊത്തം കാണാൻ വേണ്ടി പറ്റുന്നത്. ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇന്റർവെല്ലിന് ശേഷമുള്ള ഭാഗം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മകൻ, അതായത് വര അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ചില കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്റർവെല് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ക്യാരക്ടറിന്റെ വേറൊരു സൈഡാണ് കാണിക്കുന്നത്. പക്ഷേ ക്ലൈമാക്സിനോട് എടുക്കുന്ന സമയത്ത് എന്താണ് ഈ കഥാപാത്രം എന്നുള്ളത് ശരിക്കും സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ സിനിമയുടെ VFX അതുപോലെ തന്നെ CGI വർക്കൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷെ വേറെ ചില ഭാഗങ്ങളിലൊക്കെ വല്ലാണ്ട് ശോകമായിരുന്നു. NTRന്റെ ഇൻട്രോ സീൻ വല്ലാണ്ട് ശോകമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷെ അദ്ദേഹത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രഫിയും അതുപോലെ തന്നെ ഡാൻസും സൂപ്പർ ആയിരുന്നു. മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല ഭാഗങ്ങളിലും അനിരുദ്ധ് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് പല സീനിനെയും എലവേറ്റ് ചെയ്ത് നല്ല ഗംഭീരമായിട്ടുള്ള ലെവലിലേക്ക് എത്തിക്കാനായിട്ട് അനിരുദ്ധിന് കഴിഞ്ഞിട്ടുണ്ട്. പാട്ടൊക്കെ ഏകദേശം നമ്മുടെ ജയിലറിലൊക്കെ ഉള്ള പാട്ടില്ലേ, അതിന്റെ അതേ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കല്യാണം ഫംഗ്ഷൻ വരുന്നുണ്ട്. അവിടെ
പാട്ടില്ല, പക്ഷെ മ്യൂസിക് മാത്രമാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ രസമാണ്, കണ്ടിരിക്കാനായിട്ട് രസമാണ്. പിന്നെ NTR ഒരു കുച്ചിപ്പുടി ഡാൻസർ ആണല്ലോ, അപ്പോൾ സ്റ്റെപ്പൊക്കെ നമുക്ക് കാണുമ്പോഴത്തേക്ക് നല്ല ഗ്രേസ് ആണ്. ചെറിയ സ്റ്റെപ്പ് ആണെങ്കിൽ പോലും കണ്ടിരിക്കാനായിട്ട് നല്ല രസമായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഫൈറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കിയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു വളരെ വലിയ മാസ് ആക്ഷൻ പടമാണ് ദേവര. ഞാനിതിന്റെ മലയാളം ഡബ് വേർഷനാണ് കണ്ടത്. അപ്പോൾ പല ഭാഗങ്ങളിലും നമുക്ക് ചെറിയ കല്ലുകടിയൊക്കെ ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നു തമിഴൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് കണ്ടിരിക്കാൻ തോന്നുമെന്നാണ് തോന്നുന്നത്. മലയാളം കണ്ടിരിക്കുക വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. സോ കണ്ടു നോക്കുക, ഒരു ടിപ്പിക്കൽ തെലുങ്കു മാസ് ആക്ഷൻ പടം. പക്ഷെ നല്ല ടെക്നിക്കലി അടിപൊളിയായിട്ടുള്ള പടമാണ്. നല്ല എഡിറ്റിംഗ് ആണ്, നല്ല മ്യൂസിക് ആണ്, നല്ല ആക്ഷൻ ആണ്, അതുപോലെ തന്നെ കോറിയോഗ്രാഫി അടിപൊളിയാണ്, നല്ല സ്ക്രീൻ പ്ലേ ആണ്. അതുപോലെ തന്നെ ഓരോ ആർട്ടിസ്റ്റുകളും അവരുടെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും കാഴ്ചവെച്ചിട്ടുണ്ട്. ഒരുപാട് മലയാളി ആർട്ടിസ്റ്റുകൾ കൂടി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. സോ കണ്ടു നോക്കുക ദേവര പാർട്ട് 1. പാർട്ട് 2ലേക്കുള്ള ചെറിയൊരു ലീഡ് കൂടി ഇട്ടിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. അതായത് ഒരു ട്വിസ്റ്റ് ആണ്, ഒരു സീക്രട്ട് ആണ്. അത് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. സോ ഇതാണ് ദേവര.